പൊൻ വാക്കുകൾ. സോഫിയ ഒരു ചെറിയ സ്കൂളിലെ യുവ അധ്യാപികയായിരുന്നു. ഒരു ദിവസം രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ കടുത്ത തർക്കമുണ്ടായി. രണ്ടുപേരും പരസ്പരം ആക്രോശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആരും മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ബാക്കി കുട്ടികൾ തന്റെ അധ്യാപിക എന്തു ചെയ്യുമെന്ന് അറിയാൻ ആകാംക്ഷയോട് കാത്തിരുന്നു. സോഫിയ അല്പനേരം നിശബ്ദമായി നിന്നു. ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, നമുക്ക് ഒരു നിമിഷം നിർത്താം. എന്താണ് സംഭവിച്ചതെന്ന് ഓരോരുത്തരായി വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ രണ്ടുപേരുടെയും ഭാഗം ക്ഷമയോട് കേട്ടു. എന്നിട്ട് പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ ബഹളം വയ്ക്കുന്നത് കൊണ്ട് ബഹുമാനം ലഭിക്കില്ല. പരസ്പര ധാരണയിലൂടെ മാത്രമാണ് അത് സാധ്യമാകുന്നത്. അവളുടെ ശാന്തവും നീതിക്ക് തക്കതുമായ വാക്കുകൾ ആ സാഹചര്യം ഉടൻ തന്നെ ശാന്തമാക്കി. ആ രണ്ട് വിദ്യാർത്ഥികളും തഴ താഴ്ത്തി മാപ്പു പറഞ്ഞു. ക്ലാസ്സിൽ വീണ്ടും സമാധാനം കൈവന്നു. പിന്നീട് ഒരു വിദ്യാർത്ഥി അവളോട് പറഞ്ഞു, മിസ്, നിങ്ങളുടെ വാക്കുകൾ ഒരു സമ്മാനം പോലെ തോന്നി. കാര്യങ്ങൾ വ്യക്തമായി കാണാൻ അവ എന്നെ സഹായിച്ചു. ആ പഴമൊഴി ഓർത്തുകൊണ്ട് സോഫിയ പുഞ്ചിരിച്ചു. ശരിയായ സമയത്ത് പറയുന്ന ഉചിതമായ വാക്കുകൾ വെള്ളിക്കറയുള്ള താലത്തിൽ വച്ച് പൊൻ ആപ്പിളുകൾ പോലെ മനോഹരവും വിലപ്പെട്ടതുമാണ്. ഗുണപാഠം: ബുദ്ധിപൂർവവും സമയോചിതവുമായ വാക്കുകൾ മുറിവുണക്കാനും വഴികാട്ടാനും സമാധാനം കൊണ്ടുവരാനും കഴിവുണ്ട്. വെള്ളിത്താലത്തിൽ പൊൻ ആപ്പിളുകൾ എന്ന പോലെ ഉചിതമായ സമയത്ത് പറയുന്ന വാക്ക് ഇരിക്കുന്നു. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 11-ാം വാക്യം.